ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിലെ പരിയാരം ആയുർവേദ കോളേജിന്റെ അവിടെ നിന്ന് 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ. കോട്ടത്തിഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഇപ്പൊ ഇവിടെ ഇതാക്കണം ഈ ഒരു കാണുന്ന 20 സെന്റ് സ്ഥലം വീടൊക്കെ വെച്ച് താമസിക്കാൻ പറ്റാൻ കിടിലൻ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ നിങ്ങളെ കാണിക്കാനാണ് വന്നിട്ടില്ല കേട്ടോ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയോക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലം വരുന്നത് നമുക്ക് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പെട്ട സ്ഥലമാണ്. വില്ലേജ് വരുന്നത് നമുക്ക് ചന്തപ്പുര വില്ലേജ് ആണ് കേട്ടോ. അപ്പൊ ഈ റോഡ് പറഞ്ഞ് വരുന്നത് നമുക്ക് പരിയാരം ആയുർവേദ കോളേജിന്റെ അവിടെ നിന്ന് വരുന്ന റോഡാണ്. അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരെ വരുന്നുള്ളൂ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ മറ്റേ കടന്നപ്പള്ളി പോണ റോഡാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ടൗണിൽ നമുക്ക് ഏകദേശം ഒരു 33 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവിടെ നിന്ന് ഒരു 48 കിലോമീറ്റർ ആണുള്ളത്. അതേപോലെ പിലാത്തറിന് ഒരു 6 കിലോമീറ്റർ ദൂരമാണുള്ളത് അങ്ങോട്ട്. പിന്നെ തളിപ്പറമ്പ് 12 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ സ്ഥലത്തിന്റെ വഴിയും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണും വിചാരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കാണിച്ചു തരാം. അപ്പൊ ഇതാക്കണ് ഇവിടുത്തെ തുടങ്ങാൻ ചുറ്റും മതിലൊക്കെ കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടുള്ള സ്ഥലമാണ്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ ഇതാക്കണ ഫ്രണ്ട് തന്നെ ഉണ്ട്. ഭാവിയിൽ കറണ്ടിന്റെ കണക്ഷനൊക്കെ എടുക്കണതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതാക്കണ് ഏകദേശം അവിടം വരെയാണ് ഇതിന്റെ ഒരു ഫ്രണ്ടേജ് വരുന്നത് കേട്ടോ. മതിലൊക്കെ കെട്ടി തിരിച്ചിട്ടേക്കാണ് ബൗണ്ടറി മൊത്തം 20 സെന്റ് മൊത്തത്തിൽ കേട്ടോ. വീടൊക്കെ വെച്ച് താമസിക്കാൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഏരിയ ആണ്. ഇതാക്കണം ഇവിടെ തന്നെ വീടുകളൊക്കെ ഉണ്ടല്ലോ ഞങ്ങള് അടുത്തൊക്കെ അവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. ഇവിടുത്തെ അങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകൾ ഉള്ളതാണ് കേട്ടോ. അപ്പൊ പ്ലോട്ടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. വണ്ടിയൊക്കെ ഇതാക്കണ ഏത് വണ്ടി വേണമെങ്കിലും നമ്മളെ സൈറ്റിൽ എത്തിട്ടോ. കാറോ ജീപ്പോ വലിയ വണ്ടിയൊക്കെ ലോറി അടക്കം വലിയ വണ്ടി വരെ വരുന്ന സൈറ്റാണ്. നല്ല ടാറിങ് റോഡിന്റെ സൈഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ പ്ലോട്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് പോയോക്കല്ലേ, പോയി നോക്കാം അല്ലെ. അതിനകത്തോട്ടൊന്ന് പോയിട്ട് അതിന്റെ ഉള്ളിലത്തെ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് കാണഞ്ഞ് വാ. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥലമൊക്കെ കണ്ടിട്ട് നല്ല ലെവൽ സ്ഥലമാട്ടോ. റോഡിനോട് ചേർന്ന് നല്ല ലെവലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മൊത്തത്തിൽ. ഇങ്ങോട്ട് ഒന്ന് നോക്കി നിങ്ങള് അത് നോക്കിക്കേ, നല്ലൊരു സ്ഥലം കേട്ടോ. വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ എന്ത് നല്ലൊരു സ്ഥലം, നല്ലൊരു ഏരിയ ആണ്. സൈലന്റ് ആയിട്ടുള്ള ഏരിയ. ഈ വണ്ടികളെ സൗണ്ടോ ആൾക്കാരതോ അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ. ലെവലായിട്ട് കിടക്കുന്ന ഒരു ഭൂമി അല്ലേ. അതെ, മൊത്തം 20 സെന്റ് സ്ഥലമാണ്. വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ടായിട്ട് കൊടുക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കിട്ടുന്ന സ്ഥലമാണ്. ഉണ്ടല്ലേ നിങ്ങള് ഇനി ഒരു ഫാമിലിയിൽ 2 ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനോ അനിയനോ അതല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സിനോ ആരെയൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു കിട്ടുന്ന സ്ഥലം അല്ലേ. അതെ, 5 സെന്റോ 10 സെന്റോ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒന്ന് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 2-3 ആൾക്ക് കൂടിയിട്ട് എടുക്കാനൊക്കെ പറ്റിയ അങ്ങനത്തെ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നോക്ക്, പിന്നെ അതിനകത്ത് കുറച്ച് മരങ്ങൾ അക്വേഷ്യ പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ വലിയ മരങ്ങളുണ്ട്. ഇതാണ് ഇതേപോലത്തെ കുറെ മരങ്ങളുണ്ട് കേട്ടോ. നമുക്ക് ഇനി അങ്ങോട്ടൊക്കെ ഒന്ന് പോയി അതിന്റെ ഡീറ്റെയിൽ അവിടെ കൂടി ഒന്ന് കാണിച്ചാൽ നമുക്ക് അതിന്റെ ബാക്ക് സൈഡിൽ പോയിട്ട് അവിടെ നിന്നുള്ള ഒരു വ്യൂവും കൂടി ഒന്ന് കാണിച്ചു തരാം. ഫുള്ള് എന്താ പറയാ അതിരെല്ലാം കെട്ടി ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്ന ഭൂമിയാണ് കേട്ടോ. അതിര് മാറാനോ അങ്ങനത്തെ ഇതൊന്നുമില്ല. നിങ്ങള് പിന്നെ നമുക്ക് ചുറ്റുപാടും ഒരുപാട് വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ മരങ്ങൾ കുറെ ഉണ്ടല്ലേ. അത് അക്വേഷ്യ മരം, അക്വേഷ്യ മരം കുറെ ഉണ്ട്. അത്യാവശ്യം നല്ല വണ്ണുള്ള മരങ്ങൾ കേട്ടോ. അവിടെയൊക്കെ ഉണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് വീടൊക്കെ വെച്ച് താമസിക്കാണ്ടെങ്കിൽ വല്ല തെങ്ങോ കവുങ്ങോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നടാനൊക്കെ പറ്റിയ മണ്ണുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണൂര് പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ വെറും 1.5 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് എത്തും. അവിടെ ആരെങ്കിലൊക്കെ ഹോസ്പിറ്റലിലോ ആരെങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലമല്ലേ അത്. അതെ, ഇത് ലെവലായത് കൊണ്ട് പെട്ടെന്ന് കച്ചവടമായി പോവുകയും ചെയ്യും. നല്ല ലെവല് സ്ഥലാട്ടോ. ചെരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ടാറിങ് റോഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ NH ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വർക്കൊക്കെ നടന്ന് പെട്ടെന്ന് നമുക്ക് റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ എന്താ പറയുക പെട്ടെന്ന് നമുക്ക് പോയി എത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ്. എടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഓണർ നമ്പറൊക്കെ നമ്മൾ വീഡിയോക്കകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാക്കണം നമുക്ക് ഇവിടെ ചെറിയൊരു മോട്ടോർ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു ഷെഡാണ്. പിന്നെ ഇതാക്കണേ ഒരു വീടൊക്കെ വെച്ച് താമസിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ കാണുന്ന മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഒരു JCB വിളിച്ച് കൊണ്ടുവന്നുകൊണ്ട് ഈ ഒരു കാടും ചപ്പും ചവറുകളും ഇതൊക്കെ കൊണ്ട് വലിച്ചു പറിച്ച് കളഞ്ഞാൽ നീറ്റ് ആക്കിയാണ്ടല്ലോ സ്ഥലം ഏത് കിടു അയക്കും അറിയോ. പിന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിനാണെങ്കിൽ നിങ്ങളെ സങ്കല്പത്തിലുള്ള ആ ഒരു വീടും കൂടെ പണിത് കഴിഞ്ഞാൽ നല്ല കിടു സൈറ്റ് സ്ഥലമായിരിക്കും കേട്ടോ.
എത്തിപ്പെടാൻ യാത്രാ സൗകര്യമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് അല്ലേ? അതെ, യാത്രാ സൗകര്യം. പിന്നെ വേറെ കാര്യമുണ്ട്, കുറെ ആൾക്കാർ നമ്മളോട് ചോദിക്കലുണ്ട്, പിന്നെ ഈ ഹോസ്പിറ്റലിനോട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെറിയ വിലക്ക് കൊടുക്കാനുള്ളതുണ്ട്. അപ്പൊ അവർക്കും പറ്റും. കാരണം മെഡിക്കൽ കോളേജിൽ അടുത്താണ്, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് ചെറിയൊരു വീടൊക്കെ വെച്ച് ഇവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വരാനും അതിനൊക്കെ സൗകര്യമുള്ള നല്ലൊരു കിട്ടു സ്ഥലം അല്ലേ? ഇനിയിപ്പോ അമ്പലം, പള്ളി, ചർച്ച്, സ്കൂള്, കോളേജുകൾ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു 2 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ക്വാർട്ടേഴ്സ് ഒക്കെ പണിയാണെങ്കിൽ അടുത്ത് പരിയാരം മെഡിക്കൽ കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഒരുപാട് ഡോക്ടേഴ്സും പിന്നെ അതുപോലെ തന്നെ നേഴ്സുമാരുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഒക്കെ പഠിക്കാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് റെന്റിന് കൊടുക്കാനൊക്കെ സൗകര്യമാണ്. അവർ അത്യാവശ്യം നല്ലൊരു ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾക്കാർ വരികയും ചെയ്യും കേട്ടോ റെന്റിനൊക്കെ താമസിക്കാൻ. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല കിട്ടലന്നെ ഒരു പ്ലോട്ടും കൂടിയാണ് കേട്ടോ. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്ഥലം കണ്ടില്ല നിങ്ങള്, ഞുക്കളി സ്ഥലം നല്ല നിങ്ങൾ വിചാരിക്കണ മാതിരി നിങ്ങളുടെ വരി ഇതിന്റെ അടുത്തുള്ള വീടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചത്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയും കൂടി ആട്ടോ. ഈ റോഡ് പോണത് നമുക്ക് പരിയാരം ആയുർവേദ കോളേജിന്റെ അവിടുന്ന് നേരെ കടന്നപ്പള്ളിക്ക് പോണ റോഡാട്ടോ. ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഇഷ്ടം പോലെ വലിയ വലിയ വീടുകളാണ് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഉള്ളത് കേട്ടോ. വരി അപ്പൊ ഇതാക്കുണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിനോട് ചേർന്ന് കിടക്കുന്ന വീടുകളാണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഉണ്ട് അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ വലിയ വലിയ വീടുകളാണുള്ളത് കേട്ടോ. ഒരുപാട് വീടുകളുണ്ടല്ലോ അടുത്തടുത്തൊക്കെ. ഒരുപാട് വീടുകളുണ്ട്. അയൽവാസികളില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല അല്ലെ? നിങ്ങൾ വിദേശത്തൊക്കെയാണ് നിക്കണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നാട്ടിൽ വരുമ്പോ നിക്കാനൊക്കെ ഒരു വീടൊക്കെ പണിതിട്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് വരിക നിൽക്കുകയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ വലിയ വലിയ വീടുകളാട്ടോ. ലൊക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഓണറിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓണറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? അതെ. അപ്പൊ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ കണ്ണൂർ ജില്ലയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. കണ്ണൂർ ജില്ലയിലെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അടുത്ത് നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം. അതുപോലെ തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജ് നമുക്ക് ഇതിന്റെ അടുത്തുണ്ട്. 1.5 കിലോമീറ്റർ മാത്രമാണ് ഇതിന്റെ ദൂരം എന്ന് പറഞ്ഞാൽ. ഈ റോഡ് നേരെ പോകുന്ന കടന്നപ്പള്ളിയിലോട്ട് പോകുന്ന റൂട്ടാണ്. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവര് സെന്റിന് 1,90,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഇതിന്റെ ഓണർ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓണറെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. ഈ ഒരു സ്ഥലം വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്നൊന്ന് അഡ്വാൻസ് കൊടുത്തോളി. നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.